കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ അധ്യായം 7 ചട്ടം 3 പ്രകാരം ഓരോ സ്കൂൾ വർഷത്തിലും സാധാരണഗതിയിൽ ചുരുങ്ങിയത് പരീക്ഷാ ദിനങ്ങൾ കൂടാതെ 220 സാധ്യമായ ദിവസങ്ങൾ ഉണ്ടായിരിക്കണമെന്നും പ്രത്യേക സാഹചര്യങ്ങളിൽ 20 ദിവസം വരെ സാധ്യമായ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന കുറവ് എഡ്യൂക്കേഷണൽ ഓഫീസർക്കും അതിൽ കൂടുതലുള്ള കുറവ് ഡയറക്ടർക്കും ഇളവ് ചെയ്യാവുന്നതാണ് എന്നും വ്യവസ്ഥ ചെയ്യുന്നു. പ്രത്യേക സാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാൽ കേരള വിദ്യാഭ്യാസ ചട്ടത്തിലെ അധ്യായം 7 ചട്ടം 5 പ്രകാരം എല്ലാ അധ്യയന വർഷങ്ങളിലും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കലണ്ടർ പ്രസിദ്ധീകരിക്കാൻ നിഷ്കർഷിക്കുന്നു. പ്രവൃത്തി ദിനങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 നിയമങ്ങളാണ് ബാധകം. ഇത് മാറ്റണമെങ്കിൽ ഈ നിയമം തന്നെ മാറ്റണം, എന്നാൽ മാത്രമേ മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ. കോടതിയിലെ ഉത്തരവ് മാത്രം മാറ്റിയാൽ പോരാ, നിയമം തന്നെ മാറ്റേണ്ടതായിട്ടുണ്ട്. LP UP വിഭാഗങ്ങൾക്ക് 2009 വിദ്യാഭ്യാസ അവകാശ നിയമം, അതാണ് ഭാഗം, RTE ആക്ട്. 9-10 ക്ലാസുകൾക്ക് കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ അധ്യായം 7 ചട്ടം 3 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ ഇപ്രകാരമാണ്. 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ ഏറ്റവും കുറഞ്ഞത് 200 പ്രവൃത്തി ദിനങ്ങളും 800 ബോധന മണിക്കൂറുകളും, 6-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ ഏറ്റവും കുറഞ്ഞത് 220 പ്രവൃത്തി ദിനങ്ങളും 1000 ബോധന മണിക്കൂറുകളും, 9-10 ക്ലാസുകൾക്ക് കേരള വിദ്യാഭ്യാസ ചട്ടങ്ങളിലെ അധ്യായം 7 ചട്ടം 3 പ്രകാരം പരീക്ഷാ ദിനങ്ങൾ ഒഴികെ 220 പ്രവൃത്തി ദിനങ്ങളും, 2011 RTE ചട്ടങ്ങൾ പ്രകാരം നിശ്ചിത അധ്യയന ദിനങ്ങൾ തികയ്ക്കുന്നതിനായി മധ്യവേനൽ അവധിക്കാലം 15 ദിവസം വെട്ടിക്കുറയ്ക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഒഴിവാക്കുന്നതിലേക്കായിട്ടാണ് ശനിയാഴ്ച പ്രവൃത്തി ദിവസം ആക്കേണ്ടി വന്നത്. വിദ്യാഭ്യാസ കലണ്ടർ പ്രസിദ്ധീകരിച്ചത് വഴി പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അക്കാദമിക് നിലവാരം ഉറപ്പുവരുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. 220 പ്രവൃത്തി ദിനങ്ങൾ അല്ലെങ്കിൽ 1100 മണിക്കൂർ ബോധന സമയം എന്ന് ആക്കിയത് നിലവിലെ KER ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പ്രകാരമാണ്. ഈ അവസരത്തിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലെ സ്കൂൾ കലണ്ടറുകളുമായി നാം ഒന്ന് താരതമ്യം നടത്തിയാൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും. ഗുജറാത്തിൽ 243 ദിവസമാണ്, ഉത്തർപ്രദേശിൽ 233, കർണാടകത്തിൽ 244, ആന്ധ്രാപ്രദേശിൽ 233, ഡൽഹിയിൽ 220 എന്നീ പ്രകാരം പ്രവൃത്തി ദിനങ്ങളാണുള്ളത്. മറ്റ് സംസ്ഥാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ തന്നെ CBSE ICSE സിലബസിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളും സർക്കാർ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന സ്കൂളുകളും അവരുടെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിൻ്റെ ഭാഗമായി പ്രവൃത്തി ദിനങ്ങളും ബോധന മണിക്കൂറുകളും പൊതുവിദ്യാഭ്യാസ മേഖലയിലെ സ്കൂളിനേക്കാൾ കൂടുതൽ ആണ് എന്നതും കണക്കിലെടുക്കേണ്ടതാണ്. അതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ദേശീയാടിസ്ഥാനത്തിൽ തന്നെ മാതൃകാപരമായി പോവുകയും ഇന്ത്യയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിനെ അതിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഗൂഢാലോചന ഏതെങ്കിലും ഭാഗത്ത് നടക്കുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ചിടത്തോളം സംശയമുണ്ട്. ലബ്ബ കമ്മിറ്റി, അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. സീനിയർ എല്ലാവർക്കും അറിയാതിരിക്കുന്നത്, ജേർണലിസ്റ്റുകൾക്കല്ല. ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനമാക്കിയ അക്കാദമിക് കലണ്ടറിനെതിരെ കോടതിയിൽ പോയത് കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും രാഷ്ട്രീയ നേതൃത്വത്തെ അംഗീകരിക്കുന്ന അധ്യാപക സംഘടനകളായിരുന്നു. മുസ്ലിം ലീഗും കോൺഗ്രസും അതിന് അനുകൂലമായ നിലപാടും എടുത്തിരുന്നു. ടൈം ടേബിൾ പരിഷ്കരിച്ചത് മദ്രസ വിദ്യാഭ്യാസത്തിന് വിഘാതം സൃഷ്ടിക്കുന്നു എന്ന വാദം ഉന്നയിക്കുന്നവർ 2014 UDF ഭരണകാലത്ത് ലബ്ബ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഹയർ സെക്കൻഡറിയിൽ 5 വർക്കിംഗ് ഡേ ആക്കി കുറച്ചപ്പോൾ ക്ലാസ് തുടങ്ങുന്നത് രാവിലെ 9:30 എന്നത് 9 ആക്കിയും വൈകുന്നേരം 4 മണി എന്നത് 4:30 മാറ്റി. അതായത് രാവിലെയും വൈകുന്നേരവും അരമണിക്കൂർ വീതം വർദ്ധിപ്പിച്ചു. അന്നൊന്നും ആർക്കും ഒരു പരാതിയില്ല. അന്ന് ഇത്തരത്തിൽ യാതൊരുവിധ തർക്കമോ പ്രതിഷേധമോ വിവാദമോ ഉണ്ടായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ ലക്ഷ്യം സംശയാസ്പദമാണ് എന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു.